ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് നിങ്ങളിപ്പോൾ എല്ലാവരും റീസെൻ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, നമ്മുടെ സൈപ്പോപ്പി വേഴ്സസ് റെയ്സ്റ്റർ ഇഷ്യൂ. ഗൈസ്, അപ്പോൾ ഈ ഒരു സീനും കാര്യമൊക്കെ അറിയാത്തവരായിട്ട് അങ്ങനെ ആരും കാണത്തില്ല. കാരണം നമ്മുടെ ഇൻസ്റ്റയിലെ റീൽസിലും യൂട്യൂബിൽ ഷോർട്സിലും കാണിക്കും നല്ല രീതിക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യമൊക്കെ വരുന്നുണ്ട്. നിന്റെയൊക്കെ ഫ്രീ ഫയറിൽ കയറ്റാൻ പറ്റുമായിരിക്കും, മറ്റേ തല കാണിക്കാതെ മറ്റേ ഒളിച്ചിരുന്നുള്ള കളിച്ച്. പക്ഷെ നിനക്ക് BGMA വന്ന് കയറ്റാൻ പറ്റുമോ? ഏതെങ്കിലും ഇതുപോലെ സംഭവം ഒളിച്ചിരുന്ന് കയറ്റാൻ പറ്റും കൊച്ചുപിള്ളാരുടെ മുന്നിൽ. 16 മില്യൺ വ്യൂസ് ഒരു വീഡിയോയ്ക്ക് 3 വർഷം മുമ്പ് ഇട്ടതിന്. ചാനൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടാക്കണം. ഗൈസ്, അപ്പോൾ ഇതുപോലെ തന്നെ കുറേയധികം വീഡിയോസും കാര്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പം കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സൈപ്പോപ്പിക്ക് റീസറിൻ്റെ കാര്യമൊക്കെ നല്ല രീതിക്ക് ഹേറ്റിംഗ് കാര്യമൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാര്യമൊക്കെ പറയാൻ പോകുന്നത് റീസറിനെ പറ്റി സൈപ്പോപ്പി ഫാൻസ് കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യം, അതുപോലെ തന്നെ സൈപ്പോപ്പിനെ പറ്റി റീസർ ഫാൻസ് കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നല്ല രീതിക്ക് കാര്യങ്ങൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ കൂടുതൽ പറയുന്ന സമയം കളയാൻ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട്ട് തന്നെ പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരെ ഹേറ്റ് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ ഒന്നും പറയുന്നില്ല. അതായത് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്തോ ഹേറ്റ് ചെയ്തോ പറയുന്നില്ല. ഞാൻ രണ്ടുപേരുടെ ഭാഗത്തുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഫാൻസുകാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ആ ഒരു കമൻറ്റിൻ്റെയൊക്കെ റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ, അല്ല വേറൊന്നുമല്ല. രണ്ടുപേർക്കും എന്താ പറയുക, ഹെയ്റ്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണിത്. ഗൈസ്, ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേസ്റ്റർ സപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ടുള്ള സായിപ്പിനെ പോലെ തെറി പറഞ്ഞ് ഫേമസ് ആയവനല്ല റേസ്റ്റർ കഴിവുകൊണ്ടാണ് ഫേമസ് ആയതെന്നാണ് ബ്രോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിവുകൊണ്ട് തന്നെയാണ് റേസ്റ്ററും ഫേമസ് ആയത്, അതുപോലെ തന്നെ സായിപ്പും ഫേമസ് ആയിട്ടുള്ളത്. അല്ലാതെ ഇവർ രണ്ടും ഒരു കഴിവില്ലാത്തതുകൊണ്ട് ഫേമസ് ആയവരല്ല. സായിപ്പിൻ്റെ തന്നെ ഗെയിം പ്ലേ ആണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. 50 ചിക്കൻ ഡിന്നർ അടിക്കാൻ പോയിട്ട് പുള്ളി 49 ചിക്കൻ ഡിന്നർ വരെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ പല പ്ലേയേഴ്സിൻ്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ BGMA പ്ലേയേഴ്സിന് കാര്യമൊക്കെ പുള്ളിയുടെ ഗെയിം പ്ലേ കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം നല്ല പ്ലെയറാണ് സായിപ്പ് എന്ന്. ഗൈസ്, അപ്പോൾ അടുത്ത കമൻറ്റ് കാര്യമൊക്കെ വരുന്നത് സൈപ്പോപ്പിയുടെ സബ് എത്ര റീസ്റ്ററിൻ്റെ സബ് എത്ര എന്ന് ആലോചിക്കാൻ മതി, ആരാ ബെറ്റർ എന്ന് അപ്പം മനസ്സിലാവും. ഗൈസ്, അപ്പോൾ ഇതുപോലെ കുറേയധികം കമൻറ്റ് കാര്യമൊക്കെ വരുന്നുണ്ട്. റീസ്റ്ററിനാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ, സായിപ്പിന് കുറവാണെന്ന് പറഞ്ഞാൽ കുറേയധികം കമ്പയർ കാര്യമൊക്കെ വരുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ ഫ്രീ ഫയർ ഫാൻസ് ചെയ്യുന്നത്. ഗൈസ്, കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാര്യമൊക്കെ അല്ല ആരാണ് ബെറ്റർ എന്ന് തീരുമാനിക്കുന്നത്. അത് അവരുടെ കഴിവിനെയും കൊണ്ടാണ് ആരാണ് ബെറ്റർ എന്ന് തീരുമാനിക്കുന്നത്. ഇവരെ തമ്മിൽ കഴിവ് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ഇവർ രണ്ട് ഗെയിമാണ് കളിക്കുന്നത്. ഇവിടെ സൈപ്പോപ്പി ഒന്ന് ഫ്രീ ഫയർ കളിച്ചാലും നൂബ് കളിയായിരിക്കും, അതുപോലെ തന്നെ റേസ്റ്റർ എന്ന് BGMA കളിച്ചാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. ഗൈസ്, ചുമ്മാ ഹേറ്റും കാര്യമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ സൈപ്പോപ്പി എന്ന് പറയുന്ന ഒരു മലയാളം ലൈവ് സ്ട്രീമറും കാര്യമൊക്കെയാണ്. അതുപോലെ തന്നെ റേസ്റ്ററിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അതുപോലെ പുള്ളിക്കാരൻ്റെ ചാനലും കാര്യമൊക്കെ ഒരു ലാംഗ്വേജും കാര്യമൊക്കെ യൂസ് ചെയ്യുന്നില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ സായിപ്പോപ്പയുടെ ചാനൽ എനിക്ക് നോക്കുവാണ്. സായിപ്പോപ്പയുടെ ചാനലിൽ പുള്ളി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ മലയാളമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് പുള്ളിയുടെ കണ്ടാലും മലയാളികൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഒരു ഹിന്ദിക്കാരൻ വന്ന് കണ്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് സായിപ്പ് പറയുന്ന ഒരു കാര്യം മനസ്സിലാകത്തില്ല. പക്ഷേ റീസ്റ്റർ അതുപോലെയല്ല. റീസ്റ്ററിൻ്റെ ചാനലിൽ പുള്ളി സംസാരിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഗെയിം പ്ലേ പുള്ളി റെക്കോർഡ് ചെയ്യും, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടും ചേർത്ത് ഇത്രേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പുള്ളിയുടെ റീസെൻ്റ് എനിക്ക് ഗെയിം പ്ലേ കാണാൻ ആർക്കും പറ്റും. അതിപ്പം ആ ഒരു ഗെയിം പ്ലേ കാര്യമൊക്കെ കാണാൻ ഒരു ഭാഷ വേണമെന്നില്ല. ഇപ്പം മലയാളികൾക്ക് കാണാം, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കാണാം, അത്രേ ഉള്ളൂ, എല്ലാവർക്കും കാണാം. അതിനിപ്പോൾ ഭാഷ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണുന്നവർക്ക് പുള്ളിയുടെ ഗെയിം പ്ലേ മനസ്സിലാവും. പക്ഷേ സായിപ്പിൻ്റെ അതുപോലെയല്ല, പുള്ളി മലയാളം പറയുന്നതുകൊണ്ട് തന്നെ മലയാളികൾക്കാണ് കൂടുതലും ആ ഒരു വീഡിയോ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നത്. റീസ്റ്ററിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് റീസ്റ്ററിന് കൂടുതലും വ്യൂസ് സബ്സ്ക്രൈബേഴ്സും കാര്യമൊക്കെ ഉള്ളത്. ഗൈസ്, ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യമൊക്കെ ഒരു റീസ്റ്റർ ഫാൻസ് അല്ലെ നിങ്ങൾ ഒരു ഫ്രീ ഫയർ ഫാൻസ് ആണെങ്കിൽ അവരൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ എന്നാണ് ഇവന്മാർ കമ്പയർ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട്. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ റീസ്റ്ററും കാര്യമൊക്കെ പുള്ളിയുടെ ഗെയിം പ്ലേയിൽ കമൻട്രി മലയാളത്തിൽ പറഞ്ഞാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും റീസ്റ്ററും കാര്യമൊക്കെ ഈ ഒരു നിലയിൽ എത്തത്തില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു രണ്ട് കാര്യമാണ് റീസ്റ്റർ ഫാൻസ് കൂടുതലും മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ PUBG ഫാൻസ് കാര്യമൊക്കെ റീസ്റ്ററിനെ പറയുന്ന കുറച്ച് കാര്യം നോക്കാം. ഗ്യാങ് ഗെയിമിങ്ങിൻ്റെ താങ്ങിയാണ് റേസ്റ്റർ ഫേമസ് ആയത്. ഗ്യാങ് ഗെയിമിംഗ് ഇല്ല, റേസ്റ്റർ ഇല്ല. റേസ്റ്റർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ സബ്ബല്ല, ഗ്യാങ് ഗെയിമിങ്ങിൻ്റെ കൂടെ കളിച്ചപ്പോൾ കയറിയ സബ്ബാണ്. സായിപ്പ് ഒറ്റയ്ക്ക് വന്നതാണ്. മോനെ, നിൻ്റെയൊക്കെ റേസ്റ്ററിന് ഗ്യാങ് സുജൻ ഇല്ലെങ്കിൽ ഒരു ഡാഷും ഇല്ല. റിയൽ ടാലൻ്റാണ്, ഞാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ബട്ട് ഒരു 15 മില്യൺ സബ്ബുള്ള ഒരുത്തൻ്റെ കൂടെ കളിക്കുന്നു, അവൻ ബ്രോനെ പ്രൊമോട്ട് ചെയ്യുന്നു, അപ്പം ബ്രോ സബ് എത്ര ആവും? ജസ്റ്റ് ഇമേജിൻ ദാറ്റ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ സൈപ്പോപ്പി ഫാൻസ് കൂടുതലും പറയുന്നത്. അതായത് റീസ്റ്ററിനെ വളർത്തിയെടുത്തത് ഗ്യാങ് സുജനാണ്. ഗ്യാങ് സുജൻ്റെ 15 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് റീസ്റ്റർ ഈ ഒരു ലെവലിൽ എത്തിയതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ആദ്യം ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. लेवल 2 लेवल 3 भी आ रहा है. चलो, ओए होए क्या प्लान किया आपने?
Hello, bye. हेलो भाई हेलो ഗൈസ് അപ്പോൾ ഈ ഒരു ക്ലിപ്പും കാര്യമൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നല്ല രീതിക്ക് പഴക്കമുള്ളൊരു ക്ലിപ്പാണ്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗ്യാങ്സുജിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടും കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സമയത്ത് 5000 സബ്സ്ക്രൈബേഴ്സും കാര്യമൊക്കെയാണ് ഗ്യാങ്സുജിന് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് റേസിനെ കാര്യമൊക്കെ ഗ്യാങ്സുജെ മീറ്റ് ചെയ്യുന്നതും ഇവർ രണ്ട് ഗെയിമും കാര്യമൊക്കെ കളിക്കാൻ തുടങ്ങി ഒന്നിച്ച്. ഗൈസ് പിന്നെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, റേസിനെ വളർത്തിയത് ഗ്യാങ്സുജനാണ്. ഗ്യാങ്സുജൻ്റെ സപ്പോർട്ടെല്ലാം ഉള്ളതുകൊണ്ടാണ് റേസർ വന്നത്. അത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്യാങ്സുജനും കാര്യമൊക്കെ നല്ല രീതിക്ക് റേസിനെ കാര്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ റേസിൻ്റെ സ്കില്ല് തന്നെയായിരുന്നു. സ്കില്ല് കാരണം റേസിൻ്റെ ഗെയിമിലെ കാര്യമൊക്കെ കാണാൻ നല്ല രീതിക്ക് കാരണമൊക്കെ ഗ്യാങ്സുജൻ്റെ ലൈവിലും കാര്യമൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ട് വളർന്നു വന്നതെന്ന് വെച്ചാൽ ഒന്നിച്ച് തന്നെയാണ്. അല്ലാതെ ഗ്യാങ്സുജ ഒറ്റയ്ക്ക് കയറി വന്നിട്ട് റേസറിനെ പിടിച്ച് കയറ്റിയതൊന്നുമല്ല. റേസർ ഉള്ളതുകൊണ്ട് കൂടാണ് ഗ്യാങ്സുജനും ഈ ഒരു നിലയിലെത്തിയത്. അതിനിപ്പോൾ ഞാൻ വേറൊരു തെളിവ് കൂടെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്യാങ്സുജൻ്റെ ചാനൽ അറിയാം ഹോം പേജ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോപ്പുലർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുവാണെങ്കിൽ അതിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു വീഡിയോ ആയിരിക്കാണ് ഗ്യാങ്സുജൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയിരിക്കും നോക്കുവാണെങ്കിൽ റേസർ 1v1 ആണ് ഒരു 8 വയസ്സുള്ള ചെറുക്കൻ്റെ കൂടെ. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ റേസറും ഹാർഡ് പാട്ടിൽ എന്ന് പറയുന്ന ഒരു പുള്ളിയായിട്ടുള്ള 1v1. അതിനുശേഷം നിങ്ങൾ താഴോട്ട് പൊക്കോണ്ടേ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്യാങ്സുജൻ്റെ വ്യൂസും കാര്യമൊക്കെ കിട്ടിയിട്ടുള്ള മൊത്തം റേസറിനെ വെച്ചുള്ള കണ്ടൻറ്റിൻ്റെയാണ്. റേസർ കില്ലഡ് അജൂബായി, സോളോ വാസസ് സ്കോഡ്, റേസർ വാസസ് 4 ഇന്ത്യൻ ഗേൾസ്, റേസർ ഫണ്ണി മൊമെൻറ്റ്സ്, ഗരീന ഫ്രീ ഫയർ, റേസർ 20 കില്ല് വേൾഡ് ബെസ്റ്റ് സോളോ വാസസ് സ്കോഡ്, റേസർ നമ്പർ 1 ചീറ്റർ 1v20 കിൽസ്, റേസർ ചീറ്റർ എന്ന് പറഞ്ഞ് കുറേയധികം വീഡിയോ കാര്യമൊക്കെ കാണാവുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ കണ്ടോ റേസർ വാസസ് 2 പ്രോ സബ്സ്ക്രൈബേഴ്സ്, റേസർ വാസസ് ഗ്യാങ്സുജൻ, റേസർ ബാക്ക്, നിഷ വാസസ് റേസർ എന്ന് പറഞ്ഞ് കുറേയധികം വീഡിയോ കാര്യങ്ങളൊക്കെ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം നോക്കുവാണെങ്കിൽ ഇതിലെല്ലാം മെയിനായിട്ട് ഗ്യാങ്സുജൻ തമ്മിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ റേസർ എന്നതാണ്. കാരണം ഗ്യാങ്സുജനും അറിയാം റേസറിൻ്റെ തമ്മിലും കാര്യം കൊടുത്ത് വീഡിയോ ഇടുവാണെങ്കിൽ അതിനെല്ലാം നല്ല രീതിക്ക് വ്യൂസ് കിട്ടും. അപ്പോൾ ഇത് തന്നെ ഗ്യാങ്സുജനും ചെയ്തു. അതുപോലെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് വളർന്നത്. റേസറിനെ വെച്ച് ഗ്യാങ്സുജനും വ്യൂസ് ഉണ്ടാക്കി, ഗ്യാങ്സുജൻ്റെ സപ്പോർട്ട് കൊണ്ട് റേസറും വ്യൂസ് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇവർ രണ്ടും ഒന്നിച്ചാണ് എല്ലാം കാര്യം ചെയ്തിട്ടുള്ളത്. പഴയ ഗ്യാങ്സുജൻ്റെ ലൈവ് കാര്യമൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മെയിനായിട്ട് ഗ്യാങ്സുജൻ കളിക്കുന്നതാണ് റേസറിൻ്റെ കൂടാണ്. കാരണം റേസറിൻ്റെ കൂടെ കളിക്കുന്ന ലൈവിനെല്ലാം നല്ല രീതിക്ക് വ്യൂസും കാര്യമൊക്കെ ഗ്യാങ്സുജന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗ്യാങ്സുജനാണ് റേസറിനെ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഗെയ്സ് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റും കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സൈപ്പ് ഫാൻസും കാര്യമൊക്കെ പറയുന്നതും അതുപോലെ തന്നെ റേസർ ഫാൻസും കാര്യമൊക്കെ പറയുന്ന കുറച്ച് കാര്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ബെസ്റ്റായിട്ടുള്ള യൂട്യൂബേഴ്സും കാര്യമൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഒരു ഫാനാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു വീഡിയോ കാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കാര്യമൊക്കെ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.